അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. കേരളത്തിലെ വാഹനപ്രേമികൾ കാത്തിരുന്ന വാഹന മോഡിഫിക്കേഷനിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി ഇന്ന് പുറത്തു വന്നു. അതിന്റെ നിരാശയിലാണ് ജൻസികൾ. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. അടക്കം 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാൻ സന്നദ്ധമാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇതെല്ലാം മുൻപേ ഉള്ളതാണെന്നാണ് ജൻസികൾ പറയുന്നത്. അയ്യോ, പണി പാലുമ്പലത്തിലാണല്ലോ കിട്ടിയത് ദൈവമേ. അനുവദിക്കുന്ന മോഡിഫിക്കേഷന്റെ പട്ടികയിലുള്ളത് സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ. അപ്പൊ എങ്ങനെയാ പുറത്തോട്ടിറങ്ങുകയല്ലേ? ഇനി ഇഷ്ടം പോലെ ചെയ്യും. പട്ടികയിലുള്ള 90% മോഡിഫിക്കേഷനുകളും നിലവിലുള്ളത് തന്നെയാണ്. ഇതിന് നീ ഫൈൻ അടക്കേണ്ടി വരും. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. പട്ടികയിലുള്ളതല്ലാത്ത മറ്റ് മോഡിഫിക്കേഷനുകളെല്ലാം നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് MVDയുടെ കണ്ടെത്തൽ. ഇതോടെ മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ യുവാക്കളെ പറ്റിച്ചു എന്നാണ് ആക്ഷേപം. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്, ഭയങ്കര മനസ്സ് നീ എന്നെ പറ്റിച്ചതാ. നടക്കുമല്ലോ, നടക്കുന്നതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. ഇനി ഒന്നുമില്ലല്ലോ പറയാനൊക്കെ. ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ? അപ്പം കോൺഗ്രസ് പിരിച്ചുവിട്ടിരിക്കുന്നു. പോയി 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 പോയി.